പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പല ആംഗിളിൽ പല ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ നിയമവശം, അതായത് ഈ പാലക്കാട് നിന്നുള്ള നിയമസഭാ അംഗത്വം രാജിവെക്കാതിരിക്കാനുള്ള നിയമവശം എന്താണ് ശരിക്കും പറഞ്ഞാൽ? അല്ല, രാജിവെക്കാൻ ഉള്ള നിയമപരമായ യാതൊരു ഒരു ഡിമാൻഡും എങ്ങനെ വെക്കാനാണ്? പോലീസ് കേസില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു പാർട്ടി അദ്ദേഹത്തോട് MLA ആയി മത്സരിക്കാൻ പറഞ്ഞു, MLA ആയി. ആ പാർട്ടി അദ്ദേഹം വഹിച്ചിരുന്ന പാർട്ടി പദവി രാജിവെക്കാൻ പറഞ്ഞു, രാജിവെച്ചു. അതിലപ്പുറത്ത് നിയമസഭാംഗമാണെങ്കിൽ രാജിവെക്കാൻ പറയേണ്ടത് സ്പീക്കറാണ്. സ്പീക്കർക്ക് പറയാൻ എന്ത് നിയമത്തിൻ്റെ ക്ലെയിമുണ്ട്? പറയാൻ പറ്റില്ല. രണ്ട്, ഇനി കേരള ചരിത്രത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിദ്ധ സ്ഥാനം വേണമെങ്കിൽ രാജിവെക്കാമെന്ന് പറയാം. അത് അവരുടെ ഇഷ്ടമാണ്, വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് എന്തിനെന്ന് ചോദിച്ചാൽ അത് പാർട്ടിയോട് വിശദീകരിച്ചാൽ മതി, നമ്മളോട് പറയേണ്ട കാര്യമില്ല. അതേസമയത്ത് കോൺഗ്രസിൻ്റെ തന്നെ MLA മാരോട് നേരെ ഇവർക്കിത് പറയാൻ പറ്റിയിട്ടില്ലല്ലോ മുമ്പ്. ഇപ്പോൾ M. വിൻസെൻ്റ് ജയിലിൽ കിടന്നയാളാണ് ഇതേ കേസ്. സ്ത്രീ കേസ് വന്നു എന്ന് മാത്രമല്ല, പണിഷ്മെൻറ്റ് കിട്ടി ജയിലിൽ കിടന്നയാളാണ്. വേറൊരാൾ മറ്റേ കുന്നപ്പള്ളി, എൽദോസ് കുന്നപ്പള്ളി, ഇതേ കേസ് അക്ഷരാർത്ഥത്തിൽ കേസ് വന്നതാണ് കോടതിയിൽ. എന്നിട്ട് അവരോടൊന്നും രാജിവെക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ്സിന് പോലും അത് പറയാൻ പറ്റില്ല. നമ്പർ 2, പ്രതിപക്ഷത്തിന് പറയാൻ പറ്റുമോ രാജിവെക്കണമെന്ന്? എത്ര MLA മാരുടെ പേരിൽ ഇടതുപക്ഷത്ത് കേസ് വന്നു? ഇപ്പോൾ മുകേഷ് MLA-ക്കെതിരെ കേസ് വന്നില്ലേ? ഇപ്പോൾ മന്ത്രി കൂടിയായ ഗണേഷ് കുമാറിനെതിരെ കേസ് വന്നില്ലേ? കേസുകൾ എത്ര കേസുകൾ? ഗണേഷ് കുമാറിനും മുകേഷിനും കേസ് ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ എന്നിട്ട് രാജിവെച്ചിട്ടുണ്ടോ എന്തെങ്കിലും? അപ്പോൾ അപ്പുറത്തും ആരോടും PK ശശിക്കെതിരെ കേസ് വന്നില്ലേ? അയാൾ MLA അല്ലേ? ഇപ്പോൾ അങ്ങനെ എത്ര പേര് ഇപ്പോൾ ഈ കേസുകളൊക്കെ വന്നപ്പോൾ അതിപ്പോൾ ഇടതുപക്ഷത്തിന് ജോസ് തെറ്റേലിനെതിരെ കേസ്. ജോസ് തെറ്റേലിൻ്റെ കേസിൽ മാത്രമാണ് പൊളിറ്റിക്കൽ സമ്മർദ്ദം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഗ്രൂപ്പിസത്തിൻ്റെ ഊക്ക് കൊണ്ടും ഒന്ന് രാജിവെക്കാൻ പറ്റിയത്. അങ്ങനെ ഒരു കേസിൽ ജോസ് തെറ്റേലല്ലാതെ അങ്ങനെ രാജിവെച്ചാറുണ്ട്. അത് സ്വമേധയാ എടുത്ത തീരുമാനമാണ്. അപ്പോൾ സ്വമേധയാ എടുത്ത തീരുമാനം മാത്രമല്ല, PJ ജോസഫ് വിമാനയാത്രയിൽ ആക്ഷേപം വന്നു. അപ്പോൾ അതൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ്? അവരവരുടെ പാർട്ടിയാണ്. PJ ജോസഫിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയേക്കാൾ വലിയ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് രാജിവെക്കേണ്ടി വന്നതാണ്. തെറ്റേലുവിൻ്റെ കേസിൽ അതാണ്. അങ്ങനെയാണെങ്കിൽ CPM എന്ന പാർട്ടി എടുക്കൂ. ആ പാർട്ടിക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. ഇതിലിപ്പോൾ കുറ്റം എന്താ പറയുക, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ ആരാ കല്ലെറിയേണ്ട? ഒറ്റ കയ്യും പൊങ്ങൂല, കല്ലും പൊങ്ങൂല. അതാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഒരു അവസ്ഥ അതാണ്. ഇനി ഒന്ന്, ഇതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ, ഈ ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുണ്ടാകുന്ന വ്യക്തിപരമായ തർക്കത്തിൽ നമുക്ക് ആദ്യം ചോദിക്കേണ്ട ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ഞാൻ യുവകലാ സാഹിത്യയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ യുവകലാ സാഹിത്യയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ ഇങ്ങനെ ഒരു ആക്ഷേപം വന്നു. ആക്ഷേപം ഉണ്ടാക്കുന്നത് സത്യമാവാം, പക്ഷേ അത് ഉന്നയിക്കുന്ന നാട്ടുകാരാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിലും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അധ്യാപകനാണ്, അവൻ്റെ ഒരു പാരൻറ്റുമായിട്ട്, അതായത് ഒരു കുട്ടിയുടെ അമ്മയുമായി റിലേഷൻ ഉണ്ടായി, അങ്ങനെയാണ്. അങ്ങനെ നടപടിയെടുക്കാൻ നേരത്ത് ഞങ്ങളൊക്കെ ചോദിച്ചൊരു ചോദ്യം, അവനെ പുറത്താക്കണം എന്നൊക്കെയുള്ള വലിയ വാദം വന്നപ്പോൾ ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം നമുക്കതല്ലേ ചോദിക്കാൻ മതി, പരാതി ഉണ്ടോ ആർക്കെങ്കിലും? വേറെ എന്താ ജനാധിപത്യത്തിൻ്റെ കണക്കിൽ നമ്മളിങ്ങനെ വിലയിരുത്തുന്ന ഒരാളെ? ശരിയാണോ തെറ്റാണോ? ആരോപണങ്ങൾ ആർക്കും ആക്ഷേപിക്കാം, ഒക്കെ ഉണ്ടാവാമല്ലോ. പരാതി ഉണ്ടോ? എന്നിട്ടും നടപടി എടുത്തു കേട്ടോ. അവനെ പാർട്ടിയിൽ നിന്ന് അവർ പുറത്ത്, അത് അവരുടെ കാര്യം. ഞാൻ പറയുന്നത്, ഞങ്ങളൊക്കെയുള്ള യുവകലാ സാഹിതി എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് ഒരാളെ പുറത്താക്കണമെങ്കിൽ അതിനൊരു ബേസ് വേണമല്ലോ. അതേ സമയത്ത് CPI-യിൽ നിന്ന് പുറത്താക്കി. മീൻസ് അത് ഞാൻ പറഞ്ഞ പാർട്ടികൾക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അതേസമയത്ത് നമുക്കൊരു ജനാധിപത്യ മാനദണ്ഡങ്ങൾ വേണ്ടേ? അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കർമ്മഫലം കിട്ടിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഈ കേട്ട വാർത്തകളൊക്കെ ശരിയാണെങ്കിൽ, കേൾക്കാനിടയായത് ന്യായമായിട്ടാണോ? പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേസുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഒരാൾ ഇന്ന് കോടതിയിൽ പോയിട്ടുണ്ട്, ഒരു വക്കീല് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കേസാക്കി എടുക്കാനൊക്കെയുള്ള പണി ഇനി നടക്കുന്നുണ്ടാവും. ഇനി കേസുണ്ടായാൽ പോലും രാജിവെക്കണം എന്ന് പറയാൻ കേരളത്തിൻ്റെ ജനാധിപത്യ അന്തരീക്ഷത്തിൽ ഭരണകക്ഷിക്കോ പ്രതിപക്ഷത്തിനോ എങ്ങനെ കഴിയും? സാധിക്കില്ല. അപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെയ്യാവുന്നൊരു കാര്യം വളരെ സിമ്പിളാണ്. ഇപ്പോൾ പാർട്ടിക്കകത്ത് പാർട്ടി കോടതിയിൽ, അങ്ങനെയുള്ള നമ്മൾ പറയാം, പാർട്ടി കോടതിയിൽ പരാതി പറഞ്ഞിട്ട് കേട്ടില്ല എന്ന പാപത്തിൻ്റെ പ്രതിക്രിയ പാർട്ടി ചെയ്തിരിക്കുന്നു. പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വഹിക്കുന്ന ഏറ്റവും വലിയ പദവി അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു, അത് ചെയ്തു. ഇനി ചെയ്യാവുന്നത് എന്താ?
ഇനി ഇത്തരത്തിൽ ഒരു 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 തിരിച്ചറിവ്, ഒരു എക്സ്പോഷർ, ഇത് ഇവൻ ഇത്രയും ഫ്രോഡാണ്, അല്ലെങ്കിൽ ഇവനെ ഞങ്ങൾ മനസ്സിലാക്കാൻ വൈകിയെങ്കിൽ തന്നെ ഞങ്ങൾ ഗൗരവമായിട്ട് എടുത്തില്ല എന്ന കുറ്റബോധം പാർട്ടിക്കുണ്ടെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് നിയമസഭാ ഇലക്ഷൻ അതേ മണ്ഡലത്തിൽ വീണ്ടും വരുന്നു, അവിടെ സീറ്റ് കൊടുക്കാതിരിക്കുക, മത്സരിപ്പിക്കാതിരിക്കുക, കൊള്ളാവുന്ന ആർക്കെങ്കിലും കൊടുക്കുക. അതാണ് ചെയ്യാവുന്നൊരു കാര്യം. അത് മാത്രമേ ഇതിൽ സംഭവിക്കാനും വഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു കാര്യം ഇതിൽ ആലോചിക്കേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിൽ അവൻ്റെ കർമ്മഫലം മാത്രമല്ല, ആ ജന്മഫലവും കൂടി അത് തന്നെയാണ്. ഈ കേട്ടത് ശരിയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഗുരുതരമായ ഫിസിക്കൽ മെൻ്റൽ ഇൽനെസ് ഉണ്ട്. ഫിസിക്കലി മെൻ്റലി അവൻ സിക്കാണ്. ബാക്കിയൊക്കെ ഒരുതരം നമ്മൾ ഒരു ഷോ ആണ് പൊതുസമൂഹത്തിൽ കാണിക്കുന്ന ഈ പൊട്ടിത്തെറി ഉണ്ടല്ലോ. ഫിസിക്കലി മെൻ്റലി സിക്കാണെന്ന് ഞാൻ പറയുന്നത്. ഈ കേട്ടതൊക്കെ ശരിയാണെങ്കിൽ അവൻ്റെ പെരുമാറ്റത്തിൽ കാര്യമായ വൈകല്യമുണ്ട്. അത് പെരുമാറ്റ ദൂഷ്യം എന്നല്ല അതിന് പറയുക, ശാരീരികവും മാനസികവുമായ അസുഖം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ മനോരോഗി എന്ന് വിളിക്കാൻ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴും കഴിയുന്നില്ലെങ്കിൽ ഈ വെച്ച തെളിവുകൾ വെച്ചുകൊണ്ട് അവർ തീരുമാനിക്കേണ്ടത് അവനെ മനോരോഗത്തിന് ചികിത്സയ്ക്ക് അയക്കാനാണ്, ശാരീരികമായ ചികിത്സക്കും അയക്കേണ്ടതുണ്ട്. കാരണം ഇവൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രധാനപ്പെട്ട കാര്യം അവൻ പറയുന്നത്, ഒരു റിലേഷൻ ഉണ്ടായി വരുന്നു, ഒരു പ്രണയം ഉണ്ടായി വരുന്നത് എങ്ങനെയാണ്? രണ്ടുപേരും പരിചയപ്പെടുന്നു, പിന്നെ അടുക്കുന്നു, അത് ഇഷ്ടമായി തീരുന്നു, അത് പിന്നീട് അനുരാഗമായി, അത് ഇൻറ്റിമസിയിലേക്ക് പോകുന്നു. അപ്പോഴാണുള്ള ഒരു ഫിസിക്കൽ റിലേഷനും പ്രണയമൊക്കെ ആയിത്തീരുക. അങ്ങനെയൊക്കെ ആ സ്റ്റെപ്പുകളൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബന്ധത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്നൊരു മാധ്യമ പ്രവർത്തകയോട് ഒടുവിൽ അതിൽ പ്രഗ്നൻ്റ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടിയുടെ എന്തുമാത്രം സമർപ്പണമാണ് നടക്കുന്നത്. അത്രയും ഒരു ഇൻറ്റിമസി വരുമ്പോഴല്ലേ ഒരാൾ പരസ്പരം സമർപ്പിക്കുക. ഒരു മനുഷ്യൻ്റെ ജന്മം, ജീവൻ, അതിൻ്റെയൊക്കെ വിലയാണല്ലോ ഈ പറയുന്ന ഇൻ്റർ കോഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇൻ്റർ കോഴ്സ് എന്ന് പറഞ്ഞാൽ പരസ്പരം കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതം അല്ലെങ്കിൽ ജീവൻ്റെ തന്നെ സത്ത ഒരു പാർട്ട്ണർക്ക് കൊടുക്കുന്നതിനാണല്ലോ, കൈമാറുന്നതിനാണല്ലോ ഇൻ്റർ കോഴ്സ്. നമ്മൾ ഈ പറയുന്ന ഒരു സെക്ഷൽ വേർഡല്ലല്ലോ അത്. അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് നീ അത് കളഞ്ഞ എന്താ അബോർട്ട് ചെയ്യാം, എന്തുകൊണ്ട് നീ പറ്റില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു അമ്മ മനസ്സാണ്, അതൊരു പെണ്ണിൻ്റെ മനസ്സാണ്, സ്ത്രീത്വമാണ്. അവളുടെ ആത്മാവ് കലഹിക്കുമല്ലോ. കലഹിക്കുമ്പോൾ അവളോട് പെരുമാറുന്ന രീതി എന്താ? നോർമലായ ഒരു മനുഷ്യന് അങ്ങനെ പറ്റുമോ? വേറൊന്ന്, കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യന് ആ ഒരു സ്റ്റേജ് വരെ എത്തിക്കുമോ? ഇനിയിപ്പോൾ ഒരു പ്ലഷർ മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ, ഒരു ലൈഫിലേക്ക് പോകാൻ ഇവർക്ക് താല്പര്യമില്ലെങ്കിൽ അവൻ ചെയ്യേണ്ടത് എന്താ? റെസ്പോൺസിബിൾ ആവണ്ടേ? ഇവൻ്റെ പ്ലഷറിൻ്റെ പേരിൽ ആ കുട്ടിയുടെ ജീവിതം ഹോമിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അതിന് എന്തെല്ലാം സംവിധാനങ്ങൾ ആധുനിക സമൂഹത്തിലുണ്ട്, അതൊന്നും ഇവന് ബാധകമേ അല്ല. അവൻ്റെ പ്ലഷർ എന്ന് പറയുന്നത് ഒരു തരം ഒക്യുപ്പേഷനല്ലേ, ഒരു കീഴടക്കലല്ലേ? അത് ഒരു ജീവി, പെണ്ണായ ജീവി എനിക്ക് കീഴടക്കാനുള്ളതാണ്. അതൊരു കോമൺ സെൻസുള്ള മനുഷ്യൻ്റെ ബോധമല്ല. അതാണുള്ള കാര്യം. അതുകൊണ്ട് ഇവൻ യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല, പൊതുജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരാളാണ്. പൊതുജീവിതത്തിൻ്റെ വാതിൽ കടന്നു വരാൻ യോഗ്യതയുള്ള ഒരാളല്ല. അവനെ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും വളർത്തിയെങ്കിൽ അവരൊക്കെ കുറ്റവാളികളാണ്. 2, ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ എന്താ സ്ഥിതി? ഇവന് കൂടുതൽ ചൂഷണം ചെയ്യാൻ പറ്റിയ മേഖലകളിലേക്ക് പോവുക. ആ മേഖലയിൽ ചെന്നാൽ എത്ര പേര് ഇരകളായിത്തീരും? ഇവനെ തന്നെ ഭൂമിയിലുള്ള പെൺകുട്ടികളൊക്കെ ഇവന് കീഴടക്കാനുള്ള ഇരകളാണ്. ഇവൻ അവരെയൊക്കെ കടിച്ച് കീഴ്പ്പെടുത്തിയിട്ട് അവൻ്റെ പ്ലഷർ അനുഭവിക്കുന്ന ഒരു സാഡിസം അസുഖമാണ് കേട്ടോ. മാനസിക മാത്രമല്ല, മരുന്ന് കഴിക്കേണ്ടതാണ്, അടിയന്തരമായി ചികിത്സിക്കേണ്ട അസുഖമാണ്. അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. പിന്നെ ഇതിലൊരു പാഠമുണ്ട്. നമ്മുടെ മുമ്പിൽ സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ ചെന്ന് വീഴുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ പെൺകുട്ടികൾക്കുണ്ട്. അത് എൻ്റെ മക്കൾക്കും നിൻ്റെ മക്കൾക്കൊക്കെ വരാം, നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ട്. തിരിച്ചറിയേണ്ട കാര്യം, ഈ നമ്മുടെ സമൂഹത്തിൽ സെലിബ്രിറ്റീസായിട്ട് വരുന്നവർക്ക് പലതരത്തിൽ അതിനകത്ത് ആക്രാന്തത്തോടെ പിടിച്ചു നിൽക്കുന്നവരൊക്കെ തന്നെ മനോരോഗികളോ ശാരീരിക രോഗികളോ ആയിരിക്കാം. ഒന്നുകൂടി ഞാൻ പറയാം, ഒരേ സമയത്ത് ഒന്നിലേറെ പെൺകുട്ടികളെ ഉപദ്രവിക്കാനും ഉപയോഗിക്കാനും ഒക്കെ നടക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഒന്ന് ഓർത്തോളൂ, അവർ നോർമലല്ല. എന്ന് മാത്രമല്ല, ഈ പല പെൺകുട്ടികളും പരാതി പറയുന്നതിൻ്റെ ഒരു ടോണ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പ്രണയത്തിൻ്റെ ഒരു സാഫല്യമോ പ്രണയത്തിൻ്റെ ഒരു സംതൃപ്തിയോ അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇത്തരം മനോരോഗികൾക്കും രോഗികൾക്കും അത് കൊടുക്കാൻ കഴിയില്ല. കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് എപ്പോഴും. ആത്മാവ് പങ്കിടുമ്പോൾ ഏറ്റവും പ്രധാനമാണത്. ആത്മാവ് പങ്കിടുമ്പോൾ 1 to 1 എന്ന് പറയുന്നത്, ഇണാന്ന് പറഞ്ഞതിന് 2 ഉള്ളൂ. ഇണാന്ന് പറയുന്നതിൽ ട്രിപ്പിളില്ല, ഇണാന്ന് പറയുന്നതിൽ 4 5 ഇണാന്ന് പറയുന്നതിൽ 1, മീൻസ് 1 to 1 ആണ്. അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ ആ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. കോൺസെൻട്രേഷൻ ഇല്ലാതിരുന്നാൽ ഈക്വലായിട്ട് ആത്മാവിന് പ്ലഷർ കിട്ടില്ല.
ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ കുട്ടി ഒരു പക്ഷേ ഏകപക്ഷീയമായി അവന് മനസ്സും പ്ലഷറും കൊടുത്തിരിക്കാം. പക്ഷേ അവൾക്ക് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ, അവൾക്ക് എന്നല്ല, ഈ പരാതിപ്പെടുന്ന ഇപ്പോൾ 12 പേരെങ്ങാണ്ട് ഇന്നലെ പരാതിപ്പെട്ടു എന്നോ അല്ലേ, കണ്ടു. ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ വലിയ പട. ഇവരല്ലേ റിപ്പോർട്ടർ TV ഇന്നലത്തെയോ മറ്റോ രാവിലത്തെ എഡിറ്റോറിയലിൽ അവരുടെ മീറ്റിങ്ങിൽ പറയുന്നുണ്ടായിരുന്നു, മരമുതലാളി ഇരുന്ന് വിളിച്ചു പറയുന്നത് കേട്ടു, ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്, കുറച്ചല്ലേ ഞങ്ങൾ പുറത്ത് വിട്ടിട്ടുള്ളൂ, ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. അല്ല, ഇമാതിരി ഒരു രോഗിയെ കിട്ടിയാൽ അവർക്ക് ഉറപ്പല്ലേ ഇമാതിരി രോഗികൾക്ക് എന്തെല്ലാം അവരുടെ വിക്രിയകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരാളെ ആഘോഷിക്കാൻ കിട്ടി നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്ന് സന്തോഷിക്കാൻ തൽക്കാലം. അല്ലാതെ അതിനപ്പുറത്ത് സംഭവിക്കേണ്ടതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ആ കുട്ടിയോട് നന്ദി പറയുകയും വേണം. ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് തത്തുല്യമായി ഇടതുപക്ഷത്ത് ഇത്തരം വീരന്മാരായി വാണ ഒട്ടേറെ നേതാക്കന്മാരെക്കുറിച്ച് അതാത് കാലത്തെ DYFIയിലും SFIയിലും ഒക്കെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ എന്നെപ്പോലുള്ള ഒരു സാധാരണ സാംസ്കാരിക പ്രവർത്തകനോട് പോലും പരാതി പറഞ്ഞിട്ടുണ്ട്, മാഷേ കമ്മിറ്റിക്ക് പോകാൻ വയ്യ, അത്ര വഷളനാണ് ഞങ്ങളുടെ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ വിളിച്ചു പറയാൻ തയ്യാറല്ലാത്തതുകൊണ്ടല്ലേ അവരൊക്കെ ഇപ്പോഴും വാഴുന്നത്. ഇവന് വിളിച്ചു പറയാൻ ഒരു പെൺകുട്ടി ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. കോൺഗ്രസിനെ ശുദ്ധീകരിക്കാൻ, കേരള രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാനും ആ കുട്ടി വഹിച്ച പങ്കിനെ ആദരപൂർവ്വം നമ്മൾ ഓർക്കണം. ഒരു രാഷ്ട്രീയ ശ്രീ പുരസ്കാരം കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കണം.